ഹലോ ഗൈസ്, അപ്പോൾ കല്യാണ വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു ഗൈസ്, ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൽദി വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞങ്ങൾ പൂവൊക്കെ കെട്ടി പൂമാലയൊക്കെ ഉണ്ടാക്കി അതൊക്കെ സെറ്റ് ചെയ്യലായിരുന്നു പരിപാടി. വീട്ടിൽ ഒരുപാട് തിരക്കുകളുള്ളതുകൊണ്ട് നമുക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് എത്രമാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ അവളുടെ തലയുടെ ബാക്കിൽ തൂക്കാൻ വേണ്ടി വാങ്ങിച്ച കുഞ്ചലാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 മണി 3:30 ആയപ്പോൾ തന്നെ നമ്മുടെ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ ആരൊക്കെ നിൽക്കുമ്പോൾ ബ്രൈഡ് ഉണ്ട്, ബ്രൈഡിൻ്റെ ഫ്രണ്ട് അമ്മൂസ് ഉണ്ട്, പിന്നെ അബി, നിത്യ എല്ലാവരും ഉണ്ട്. ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 6 മണി തൊട്ടിട്ട് ഒരു 9 മണി വരെയാണ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന് മുന്നേ ഫോട്ടോസും അതുപോലെ ഹൈലൈറ്റ് വീഡിയോസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ഒരു 3 മണി 3:30 ആയപ്പോൾ തന്നെ വന്നു. നമ്മൾ വീട്ടിലായിരുന്നു പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ പരിപാടി നടത്തുന്നതിൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് കേസ്. അത് നടത്തി നോക്കിയാൽ അറിയുള്ളൂ. പിന്നെ ഞങ്ങൾ വാഴയിലാണ് കേട്ടോ കല്യാണ തലേന്ന് നിന്നൊക്കെ എഴുതിയിട്ട് ഒരു ഭയങ്കര സെറ്റപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ചെയ്തത്. ഒരു വെറൈറ്റി ആരാണ് ആഗ്രഹിക്കാത്തതല്ലേ. പിന്നെ നമ്മൾ സ്റ്റേജ് അങ്ങനെ ഓവറായിട്ടൊന്നും അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞിട്ട് മാമൻ തന്നെയാണ് അതൊക്കെ സെറ്റ് ചെയ്തത്. പന്തലിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് മാമനാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് ലൈറ്റൊക്കെ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്കിലുള്ള പൈനാപ്പിൾ തോട്ടമാണ് ഗൈസ്. അവിടെ ഭയങ്കര ലൈറ്റാണ്. പിന്നെ നല്ല രസമാണ് അവിടുത്തെ സീനറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു പ്ലേസ് വെച്ചിട്ടാണ് ചെയ്തത്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് ഗൈസ്. മഞ്ഞയും അതുപോലെ റാണി പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ കോസ്റ്റ്യൂമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് പറയാം. പിന്നെ ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റ് ഗൈസ് ഒരു സിമ്പിൾ ഷരാരയായിരുന്നു. പക്ഷേ അവൾ അതിനെ കുറേ എന്താ പറയുക അതിന് സ്റ്റൈൽ ചെയ്തിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ വൈബ് പിടിക്കാനാണ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളത്. അത് പക്ക അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാരണം അവളുടെ ഹെയറിൻ്റെ ആക്സസറീസും കമ്മലും മേക്കപ്പൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ എല്ലാം കൂടെ നല്ല രസമായിരുന്നു. ഫോട്ടോസൊന്നും ഒരു രക്ഷയില്ല ഗൈസ്. അത്ര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ആ ചേട്ടന്മാർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചുകൂടെ നേരം ആയ സമയത്ത് ആ പൈനാപ്പിൾ തോട്ടത്തിൽ ഫുള്ള് ഇങ്ങനെ മഞ്ഞൊക്കെ വരാൻ തുടങ്ങി. അത് ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവിച്ചൊരു സംഭവമായിരുന്നു. അവളുടെ ബാക്കിൽ ആ മരത്തിൻ്റെ ബാക്കിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഫുള്ള് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു ഗൈസ്. പക്ഷേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ടെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം പൈനാപ്പിൾ തോട്ടമാണ്. പൈനാപ്പിളിൻ്റെ ലീഫൊക്കെ കുത്തും വലിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഡ്രസ്സിലൊക്കെ ഇട്ടത് ഇങ്ങനെ വലിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം കിട്ടില്ല. എപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം നമ്മൾ ഫുള്ള് ബിസി ആവുമല്ലോ. അവളെ ഇത്രയും മുകളിൽ നിർത്തിയിട്ട് വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറൊക്കെ അവിടെ ഏറ്റവും താഴെ പോയി നിൽക്കണം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഹൈലൈറ്റ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേസ്. അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്നുള്ള വിഷ്വൽസ് മുഴുവൻ. ആ ഫോഗ് പോലുള്ള സംഭവമാണ് ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹൽദിക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടക്കുന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. നല്ല രീതിക്ക് ഇവിടുന്ന് പൈനാപ്പിൾ ചെടിയുടെ കുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ അമ്മൂസാണ് കേസ്. എൻ്റെ അനിയത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ അനിയത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുഹൃത്തിനെ പോലെ തന്നെയാണ് ഇവളും. അവളുടെ വേറെ 3 ഫ്രണ്ട്സ് ഉണ്ട്, ഷഹന, ഹർഷ, മൃദു. അപ്പോൾ ഇവർ 4 പേരും എനിക്ക് എൻ്റെ സുഹൃത്തിനെ പോലെ തന്നെയാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് അവിടെ ആരോമലിൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ ആൻറ്റിയും മേമ്മമാരെല്ലാവരും കൂടെ പുടവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പരിപാടി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നു. ഹൽദി ദിവസം തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പുടവ കൊണ്ടുവന്നു. അപ്പോൾ അമ്മയും അനിയത്തിയും കൂടെ പോയിട്ട് അത് മേടിച്ചു. അത് ചെറിയൊരു ചടങ്ങ് പോലെ ചെയ്തു. പിന്നെ കല്യാണച്ചക്കനൊന്നും വന്നില്ല ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ല ലോങ് ആണ് അവൻ്റെ വീട്. ഒരു മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യണം. അപ്പോൾ അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഗസ്റ്റുകളെയും ശ്രദ്ധിക്കാൻ പറ്റില്ല. മൊത്തത്തിലൊരു 2 മണിക്കൂർ വെറുതെ പോവും. അപ്പം അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ആദ്യം അവൾക്ക് മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലോട്ട് വന്നു കേട്ടോ. ഈ ക്യാമറ എന്താ ഇങ്ങനെ ആവണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത്. ഫുള്ള് തിരക്കിൻ്റെ ഇടയിൽ നിന്നിട്ടൊക്കെയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവൾക്ക് സ്വീറ്റ്സൊക്കെ കൊടുത്തു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും ഈ ഒരു ഔട്ട്ഫിറ്റിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ റാണി പിങ്കും യെല്ലോയും ഒലീവ് ഗ്രീനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും റാണി പിങ്കും യെല്ലോയും മാത്രം വേണ്ടാന്ന് വെച്ചിട്ട് അമ്മ ഗ്രീൻ സാരി ചൂസ് ചെയ്തതാണ് കേട്ടോ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവൾ മാത്രം ഓറഞ്ച്, ബാക്കി എല്ലാവരും ഈ ഒരു കളർ കോമ്പിനേഷൻ. മൊത്തത്തിൽ അവിടെ നിന്ന് കാണുമ്പം നല്ല വൈബ് ഉണ്ടായിരുന്നു ഗൈസ്. അമ്പാടിൻ്റെ റിച്ചിൻ്റെ ഡ്രസ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു യെല്ലോ കളർ കുർത്ത ഒരു കണ്ടർക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നടത്തിയ പരിപാടിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. കാരണം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ അധികം ഹൽദി പരിപാടികളൊന്നും നടത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അവർക്കും അതൊരു പുതിയൊരു അനുഭവമായിരുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അടുത്തത് എന്താണ്, ഇവരെന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു മൈൻഡിൽ എല്ലാവരും അതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അത് ഒരുപാട് സന്തോഷമായി. കാരണം എല്ലാവരും ഇങ്ങനെ പോസിറ്റീവായിട്ട് നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്, നല്ല പരിപാടിയായിരുന്നു എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്കും അതൊരു ഹാപ്പിയാണല്ലോ.
പിന്നെ അവൾ കല്യാണമായിട്ട് ഫേസിൽ അങ്ങനെ ഫേഷ്യൽ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായില്ല, ജസ്റ്റ് ഒരു ക്ലീനപ്പ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഫേസിൽ ഇതൊക്കെ തേക്കുന്ന സമയത്ത് എന്തെങ്കിലും അലർജി ആവുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ മഞ്ഞൾ അതൊന്നും യൂസ് ചെയ്തില്ല കേട്ടോ. മുൾട്ടാണി മീറ്റിയിൽ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് അതാണ് ഞങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ നല്ലതാണല്ലോ ഫേസിന്. അത് ഞങ്ങളാരും കൈ വെച്ചൊന്നുമല്ല കേട്ടോ ഇട്ടത്. ഇനിയിപ്പോൾ എന്തെങ്കിലും അലർജി വരണ്ടാന്ന് വെച്ചിട്ട് കൈ വെച്ചൊന്നുമല്ല ഇട്ടത്. പിന്നെ പൊതുവേ നമ്മൾ ഹൽദി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ മാവിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ മാവിൻ്റെ ഇടയിൽ കുറച്ചാക്കിയിട്ട് ഇങ്ങനെ 2 കവിളിലും വെച്ച് തേച്ച് കൊടുത്തു. അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ അവിടെ വന്നിട്ടുള്ള എല്ലാവരും അവളുടെ കവിളിൽ ഇങ്ങനെ തേച്ച് കൊടുത്തു കേസ്. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഇമോഷണലി ഇങ്ങനെ എന്തോ ഒരു സംഭവം, ഈശ്വര അവളുടെ കല്യാണമാണല്ലോ ആ ഒക്കെ ഒരു മൈൻഡിൽ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അവളൊരു പുതിയ ലൈഫിലോട്ട് പോവുകയാണ്. അപ്പോൾ അവളെപ്പോലെ തന്നെ ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഈ ഒരു പരിപാടി നടത്തുന്ന സമയത്ത് അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗൈസ്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് നടത്താൻ പറ്റുക എന്നുള്ളതിൻ്റെ വലിയൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസിൻസ്, റിലേറ്റീവ്സും നാട്ടുകാരും തന്നെയാണ്. എൻ്റെ എല്ലാ കസിൻസും കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും വളരെ 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 സപ്പോർട്ടായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ എൻ്റെ നാട്ടിൽ കുറച്ച് ആൾക്കാർ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് നമ്മുടെ ഗെയിമും കാര്യങ്ങളൊന്നും അധികം ആരും അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അതൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്നല്ല, അവർ ഇൻട്രോവേർട്ട് ആയതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മളുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ പരിപാടിയും നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. മുഖത്തെങ്കൾ മൂടുവാൻ കണിക്കൊന്ന മഞ്ഞണിയുന്നേ മണിക്കമ്മൽ തീർക്കുവാൻ ഒട്ടുകുത്തടി പുടവ ചുറ്റടി ചിക്കാൻ ചിക്കാൻ ചെയ്ത പെണ്ണെ ചിക്ക ചിക്ക മുത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാൻ ചിക്കാൻ ചെയ്ത പെണ്ണെ ചിക്ക ചിക്ക. പിന്നെ നമ്മൾ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഗെയിമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. പണിയൊക്കെ ചെയ്യാം. അടുത്ത റിലേറ്റീവ്സിന് അഡ്വൈസ് കൊടുക്കാൻ ബെറ്റർ ആയിട്ടുള്ളത് ആരാണ്? അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സും എല്ലാവർക്കും അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഷെയർ ചെയ്തു. എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരെങ്കിലും ഓടിയോട് സംസാരിച്ചാൽ ഭയങ്കര റിലീഫായിരുന്നു. ഇപ്പോ അവിടെ വരെ പോകണം, അത് നടക്കും പോകുന്നില്ല. പിന്നെ ഓരോരുത്തരായിട്ട് വന്നിട്ട് അവളെക്കുറിച്ചുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയി. ഭയങ്കര ഇമോഷണലായി എല്ലാവരും. കരയാനൊക്കെ തുടങ്ങി. അവളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും വീട്ടിലെല്ലാവരും ആണെങ്കിലും കരയാനൊക്കെ തുടങ്ങി. അപ്പം ഞങ്ങൾ മെല്ലെ നൈസായിട്ട് പരിപാടി സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഗൈസ്. ഫുഡ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള കുമ്പളങ്ങി ഇറച്ചിയായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഹൽദി വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ബാക്കി ഒരുപാട് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.